നമസ്കാരം, തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. ദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിച്ച സിനിമയാണ് കേരള സ്റ്റോറി. ഒരിക്കലും കേരളത്തിന്റെ യഥാർത്ഥ കഥ പറയുന്ന ചിത്രമല്ല. പൂർണ്ണമായും മതസ്പർദ്ധ വളർത്താനും ഇസ്ലാമോഫോബിയുമാണ് ചിത്രത്തിന്റെ പ്രമേയം. ഇതിനു മുൻപ് കേരള സ്റ്റോറി പല വിവാദങ്ങളിൽ പെട്ടെങ്കിലും ഇപ്പോൾ തൊടുപുഴ സീറോ മലബാർ സഭ യുവജനങ്ങൾക്കായി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സിനിമ പള്ളിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. സിനിമ കാണിക്കുന്നത് കുട്ടികൾ പ്രണയക്കുരുക്കിൽ അകപ്പെടാതിരിക്കാനാണെന്നാണ് വിവാദമായപ്പോൾ ഇടുക്കി അതിരൂപത പറയുന്നത്. കേരളത്തിൽ ലവ് ജിഹാദ് ഇപ്പോഴും നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് സഭ പ്രതികരിച്ചിരിക്കുന്നത്. ഏപ്രിൽ 4-നാണ് 10+2 ക്ലാസുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി സിനിമ കാണാൻ അവസരം ഒരുക്കിയതും. സംസ്ഥാനത്ത് LDFും UDFും ഒരുപോലെ എതിർക്കുന്നതാണ് കേരള സ്റ്റോറിയുടെ പ്രദർശനം. ഈ കടുത്ത എതിർപ്പ് അവഗണിച്ച് കഴിഞ്ഞ ദിവസം ദൂരദർശൻ ചിത്രം സംപ്രേഷണം ചെയ്തു. ഇതിനെ തുടർന്ന് രാഷ്ട്രീയ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെയാണ് ഇടുക്കി തൊടുപുഴയിൽ സീറോ മലബാർ സഭയുടെ വിവാദ നീക്കവും. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ വർഗീയത പരത്തുന്ന ഈ ചിത്രം കാണിക്കേണ്ട കാര്യം എന്താണുള്ളത്? ഒരു ആരാധനാലയത്തിൽ അല്ലെങ്കിൽ മതസ്ഥാപനത്തിൽ പ്രദർശിപ്പിക്കേണ്ട ആവശ്യകത എന്താണെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ മറുപടി പറയേണ്ടതുണ്ട്. വളർന്നു വരുന്ന വിദ്യാർത്ഥികളിലേക്ക് മതസ്പർദ്ധയും വർഗീയ വിദ്വേഷവും പടർത്താനുള്ള രാഷ്ട്രീയ നീക്കമാണിത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ടുകൾ ലക്ഷ്യമിട്ട് കേരളത്തിൽ മതസ്പർദ്ധ വളർത്താനും വർഗീയ ധ്രുവീകരണത്തിനും വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ സിനിമയുടെ സംപ്രേഷണത്തിന് അനുമതി നൽകിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിച്ചിരുന്നു. ആഴത്തിലുള്ള ഭിന്നിപ്പുള്ള സിനിമ പ്രദർശിപ്പിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇരുവരും DDയോട് അഭ്യർത്ഥിച്ചു. എന്നാൽ ഫലമുണ്ടായിരുന്നില്ല. ചിത്രം സംപ്രേഷണം ചെയ്യുന്നതിനെതിരെ UDFും LDFും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും ചെയ്തു.